ഏവർക്കും നമസ്കാരം. നവഗ്രഹങ്ങളിൽ ഐശ്വര്യവും ഭാഗ്യവും ഗുരുകടാക്ഷവും പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ദേവഗുരുവായ വ്യാഴം. ത്രിമൂർത്തികളിൽ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിരൂപം തന്നെയാണ് വ്യാഴം. അതുകൊണ്ട് തന്നെ വ്യാഴത്തെ സർവേശ്വരകാരകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. വ്യാഴം കനിഞ്ഞാൽ മറ്റേത് ഗ്രഹങ്ങൾ പിഴച്ചു നിന്നാൽ പോലും അതിൻ്റെ കാഠിന്യം നാമമാത്രമായി അനുഭവപ്പെടൂ. എന്നാൽ വ്യാഴം പിഴച്ചു നിന്നാൽ മറ്റു ഗ്രഹങ്ങൾ എത്ര അനുകൂലരായി നിന്നാലും അത് അത്ര കണ്ട് അനുഭവത്തിൽ വരികയും ഇല്ല. അഥവാ ആ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗം ഉണ്ടാകണം എന്നില്ല. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, ഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യ വിജയം, സർവാഭീഷ്ടസിദ്ധി, ഐശ്വര്യം, പ്രതാപം, കീർത്തി എന്നിവയെല്ലാം അനുകൂല ഭാവങ്ങളിൽ നിൽക്കുന്ന വ്യാഴം നൽകുന്നു. സർവീശ്വരകാരകനായ ആ വ്യാഴം 2024 ഒക്ടോബർ 24 മുതൽ വക്രഗതിയിൽ സഞ്ചരിച്ച് വരികയായിരുന്നു. എന്നാൽ ഫെബ്രുവരി 4 മുതൽ വ്യാഴം തൻ്റെ വക്രഗതി അവസാനിപ്പിച്ച് നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു. വ്യാഴം നിലവിൽ ഇടവം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഇടവം രാശി എന്നത് അസുരഗുരുവായ ശുക്രൻ്റെ സ്വക്ഷേത്രം ആകുന്നു. ധനധാന്യ സമൃദ്ധികളും ലൗകികമായ സുഖഭോഗങ്ങളും പ്രദാനം ചെയ്യുന്ന ശുക്രനാകട്ടെ നിലവിൽ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. മീനം എന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രവും ആകുന്നു. അപ്പോൾ അസുരഗുരുവായ ശുക്രൻ ദേവഗുരുവായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലും ദേവഗുരുവായ വ്യാഴം അസുരഗുരുവായ ശുക്രൻ്റെ ക്ഷേത്രത്തിലും നിൽക്കുന്നു. ഇങ്ങനെ ക്ഷേത്രങ്ങൾ പരസ്പരം മാറി നിൽക്കുന്നത് ജ്യോതിഷത്തിൽ പരിവർത്തനയോഗം എന്ന് പറയുന്നു. പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന വ്യാഴവും ശുക്രനും പരസ്പരം മിത്രങ്ങളും ആകുന്നു. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഈ നേർരേഖയിലുള്ള സഞ്ചാരം വളരെയധികം ശുഭകരമായ ഫലങ്ങളെ നൽകുന്നു. വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം മെയ് 14 വരെയും ഉണ്ടാകും. തുടർന്ന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രജാതരെ വ്യാഴത്തിൻ്റെ ഈ നേർരേഖയിലെ സഞ്ചാരം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം. മേടക്കൂറുകാരുടെ ധനസ്ഥാനം എന്ന് അറിയപ്പെടുന്ന 2ാം ഭാവത്തിലാണ് വ്യാഴം നേർഗതിയിൽ സഞ്ചരിക്കുവാൻ ആരംഭിക്കുന്നത്. ധനസ്ഥാനത്തു കൂടി സഞ്ചരിക്കുന്ന വ്യാഴം സാമ്പത്തികമായ പുരോഗതി, നേട്ടങ്ങൾ എന്നിവയെ നൽകും. വ്യാഴം എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യഭാവാധിപനും കൂടിയാകയാൽ ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. 2ാം ഭാവം വാക്കിനെയും കുറിക്കുന്നുവെന്നതിനാൽ അധ്യാപന മേഖലയിലും സാഹിത്യ മേഖലയിലും അഭിഭാഷ മേഖലകളിലും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരിലും എല്ലാം സമയം ഏറെ അനുകൂലമാകുന്നതാണ്. മേടക്കൂറുകാരുടെ 12ാം ഭാവാധിപനും കൂടിയാണ് വ്യാഴം. 12ാം ഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ, ഉപരിപഠനം, വിദേശയാത്ര എന്നിവയ്ക്ക് സാധ്യത ഉണ്ടാക്കും. ഈ സമയത്ത് ബിസിനസ്, വ്യവഹാരം എന്നിവയിലും വിജയം കൈവരിക്കും. കൂടാതെ വ്യാഴക്ഷേത്രമായ മീനത്തിൽ നിലവിൽ ശുക്രൻ ഉച്ചനായി സഞ്ചരിക്കുന്നുവെന്നതും വളരെ ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. ശുക്രൻ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്നേ കുറയും. കൂടാതെ ധനാഗമം, വിദേശത്ത് ജോലി, വിദേശത്തു നിന്നുള്ള വരുമാനം, കാര്യവിജയം എന്നിവയെല്ലാം ഉണ്ടാകും. 12ൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകളെ ഉണ്ടാക്കാമെങ്കിലും അത് വാഹനം വാങ്ങൽ, ഉപരിപഠനം, വസ്തുവകകൾ വാങ്ങൽ, ആഭരണം, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ശുഭകരമായ ചിലവുകൾക്ക് വേണ്ടിയായിരിക്കും ധനം ചിലവഴിക്കേണ്ടി വരിക. 2ാമതായി ഇടവക്കൂർ. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ ജന്മത്തിലാണ് നിലവിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഫെബ്രുവരി 4 മുതൽ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു. ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നുവെന്നത് ഇവർക്ക് ഗുണകരമായി ഭവിക്കുന്നു. ഗുരു എന്നത് ഇടവക്കൂറുകാരുടെ അഷ്ടമാധിപനും 11ാം ഭാവാധിപനും ആകുന്നു. ഇടവക്കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ 11ാം ഭാവത്തിൽ ഉച്ചനായും സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ശുക്രൻ്റെയും ഗുരുവിൻ്റെയും പരിവർത്തന യോഗത്താൽ ധനാഗമം, വിവേകം, ബുദ്ധി എന്നിവയ്ക്കെല്ലാം വർധനവ് ഉണ്ടാകുന്നു. ഗുരു ഈ കൂറുകാരുടെ 11ാം ഭാവാധിപൻ ആകയാൽ ഇവർക്ക് അഭീഷ്ടസിദ്ധി, കാര്യവിജയം, പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെല്ലാം ഉണ്ടാകും. കൂടാതെ നേർരേഖയിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം എന്നിവയും നൽകുന്നു. കൂടാതെ കുടുംബത്തിൽ ക്ഷേമം, ദമ്പതികൾ തമ്മിൽ ഐക്യം എന്നിവയും വ്യാഴം ഇവർക്ക് നൽകും. പരിവർത്തനം ചെയ്ത് ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനത്ത് വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് ഏറ്റവും സൗഭാഗ്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, ഗൃഹലാഭം, ഭൂമിലാഭം, വാഹനലാഭം എന്നിവയെയും നൽകുന്നു. ബിസിനസ് മേഖലയിലും ഇവർക്ക് ഈ പുരോഗതിയും ലാഭവും ഉണ്ടാകുന്നതാണ്.
മൂന്നാമതായി മിഥുനക്കൂർ. മകയിരം രണ്ടാം പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 12ാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴമാണ് ഫെബ്രുവരി 4 തീയതി മുതൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നത്. മിഥുനക്കൂറുകാരുടെ കളത്ര ഭാവാധിപനും കർമ്മഭാവാധിപനുമാണ് വ്യാഴം. 12 എന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാകും ഇത്. കൂടാതെ വിദേശത്ത് ജോലി തേടുന്നവർക്കും ഈ സമയം വളരെ നല്ല സമയം ആകും. തൊഴിൽ രംഗത്ത് സ്ഥലം മാറ്റത്തിനും സാധ്യത ഉണ്ടാകാം. 12 എന്നത് ചെലവിനെ കുറിക്കുന്ന ഭാവം ആകുന്നു എങ്കിലും ഗുരു 12ൽ സഞ്ചരിക്കുമ്പോൾ അത് ശുഭകരമായ ചെലവുകളെയാണ് ഉണ്ടാക്കുക. നിലവിൽ വ്യാഴക്ഷേത്രത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ 10ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും പുഷ്ടി ഉണ്ടാകുന്നു. ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് രംഗങ്ങളിൽ ഏർപ്പെട്ടവർക്കും ഈ സമയം വളരെയധികം അനുകൂലമാണ്. കളത്ര ഭാവാധിപനായ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ ഈ സമയത്ത് നടക്കാം. ദമ്പതികൾ തമ്മിലും ഈ സമയത്ത് ഐക്യം, സ്നേഹം എന്നിവ ദൃഢമാകും. വിദ്യാർത്ഥികൾക്കും ഈ സമയം പഠനം, മത്സര പരീക്ഷകൾ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും. ആത്മീയമായ ഉന്നമനവും ഈശ്വര കടാക്ഷവും ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. നാലാമതായി കർക്കിടകക്കൂർ. പുണർദംകാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 11ലാണ് മാസങ്ങളായി വ്യാഴം വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഫെബ്രുവരി 4 തീയതി മുതൽ ആ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു. വ്യാഴം എന്നത് കർക്കിടകക്കൂറുകാരുടെ 6ാം ഭാവാധിപനും ഭാഗ്യഭാവാധിപനും ആകുന്നു. വ്യാഴം ധനാഗമഭാവം എന്നറിയപ്പെടുന്ന 11ൽ സഞ്ചരിക്കുമ്പോൾ അത് ധനാഗമത്തെ നൽകും. ലോട്ടറി, ചിട്ടി, ഷെയർ, ഭൂമി തുടങ്ങി നിരവധി സ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടം ഉണ്ടാകാം. ഇവർക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനും അഭീഷ്ടസിദ്ധിക്കും ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് അറിയുക. ധനനിക്ഷേപത്തിനും ഭൂമി ക്രയവിക്രയങ്ങൾക്കും ഈ സമയം വളരെ അനുയോജ്യം ആകും. വ്യവഹാര വിജയം, ബിസിനസ്സിൽ വളരെയധികം പുരോഗതി, ലാഭം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകുന്നതാണ്. വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യഭാവാധിപനും ആകയാൽ ഇവർക്ക് ഈശ്വരവിശ്വാസം, ഈശ്വര കടാക്ഷം, ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കും. തൽഫലമായി ഇവരുടെ പ്രവർത്തികൾ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുന്നതാണ്. മുടങ്ങിക്കിടന്ന ഇവരുടെ സംരംഭങ്ങൾ വീണ്ടും ഉണർന്ന് അത് സാക്ഷാത്കരിക്കും. വ്യാഴം എന്നത് ഈ കൂറുകാരുടെ 6ാം ഭാവാധിപനും ആകുന്നു എന്നതിനാൽ ഇവർ ഈ സമയത്ത് ശത്രുവിജയം, രോഗമുക്തി, സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ്. കൂടാതെ പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന ശുക്രനും ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നത് വളരെയധികം നേട്ടങ്ങളെ ഇവർക്ക് നൽകുന്നു. ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി നമുക്ക് അനുകൂലമായി ഭവിക്കാറുണ്ട്. ചിട്ടി, ലോട്ടറി, ഗൃഹലാഭം, വാഹനലാഭം, നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ 9ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്ന് ചേരാറുണ്ട്. ധർമ്മചിന്തകൾ, ഈശ്വര കടാക്ഷം എന്നിവയും ഈ സമയത്ത് ഏറെ അധികരിച്ച് ഇരിക്കും. അഞ്ചാമതായി ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. നിലവിൽ ഈ കൂറുകാരുടെ 10ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. വ്യാഴം എന്നത് ഈ കൂറുകാരുടെ 5ാം ഭാവാധിപനും 8ാം ഭാവാധിപനും ആകുന്നു. ഈ കൂറുകാരുടെ 10ാം ഭാവാധിപനായ ശുക്രൻ 8ാം ഭാവത്തിലും ഉച്ചനായി പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തും ഔദ്യോഗിക മേഖലയിലും ഇവർക്ക് ഏറെ പുരോഗതി, കർമ്മപുഷ്ടി, നേട്ടങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. കർമ്മരംഗത്ത് ഉയർച്ച, പ്രമോഷൻ, മേലധികാരികളുടെ പ്രീതി, സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. 8ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ ഇവരെ സഹായിക്കും. രോഗമുക്തി, ശത്രുനാശം, മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും. ദാമ്പത്യസുഖം, കുടുംബസൗഖ്യം, ക്ഷേമം, ഐശ്വര്യം എന്നിവയും ശുക്രൻ ഇവർക്ക് ഈ സമയത്ത് നൽകും. അപ്പോൾ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന വ്യാഴവും ശുക്രനും ഈ കൂറുകാർക്ക് നല്ല ഫലങ്ങളെയാണ് നൽകുക. ആറാമതായി കന്നിക്കൂർ. ഉത്തരമുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ 9ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 9ൽ കൂടി നേർരേഖയിൽ സഞ്ചരിക്കുന്ന വ്യാഴം വളരെ ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. 9ാം ഭാവം ഭാഗ്യം, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം, ഗുരുകടാക്ഷം എന്നിവയെ എല്ലാം കുറിക്കുന്നു. ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഇവർക്ക് അനുഭവപ്പെടുന്നു. കാര്യവിജയം, ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും വ്യാഴം ഭാഗ്യഭാവമായ 9ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. 4ാം ഭാവാധിപത്യവും 7ാം ഭാവാധിപത്യവും വഹിക്കുന്ന വ്യാഴം കുടുംബത്തിൽ ക്ഷേമം, സൗഖ്യം,
ഐക്യം, കുടുംബാംഗങ്ങളുമായി ഏറെ നല്ല ബന്ധം എന്നിവയെ എല്ലാം നൽകും. 7ാം ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴം ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കളത്രങ്ങൾ വഴി നേട്ടങ്ങൾ, കളത്രത്തിന് ഭാഗ്യം, ജീവിത പങ്കാളി വഴി ധനാഗമം, ജീവിത പങ്കാളിക്ക് ഉദ്യോഗം, ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ, ഐക്യം, ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ എന്നിവയും അനുഭവത്തിൽ വരാം. കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്, കൂട്ടായ സംരംഭങ്ങൾ എന്നിവയിലും ഈ കൂറുകാർ ഈ സമയത്ത് വിജയവും പുരോഗതിയും കൈവരിക്കും. കൂടാതെ ഭാഗ്യഭാവാധിപനായ ശുക്രൻ ഈ കൂറുകാരുടെ 7ാം ഭാവമായ മീനത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു. ഉച്ചനായ ശുക്രൻ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അത് ഇവർക്ക് യോഗബലങ്ങളെ നൽകുകയും ചെയ്യും. തൽഫലമായി സാമ്പത്തികമായി ഉയർച്ച, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വളർച്ച, ലാഭം, ജീവിത പങ്കാളിയുമായി ഏറെ നല്ല ബന്ധം, ജീവിത പങ്കാളിക്ക് ഭാഗ്യം, അതുമൂലം ധനാഗമം എന്നിവയെ എല്ലാം ശുക്രനും നൽകും. കുടുംബത്തിൽ വിവാഹാലോചനകൾ, വിവാഹം തുടങ്ങിയ ശുഭകരമായ കർമ്മങ്ങൾ നടക്കുന്നതാണ്. 7ാമതായി തുലാക്കൂർ. ചിത്തിര 2ാം പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 8ാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴമാണ് ഫെബ്രുവരി 4 മുതൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നത്. വ്യാഴം എന്നത് തുലാക്കൂറുകാരുടെ 3ഉം 6ഉം ഭാവാധിപൻ ആകുന്നു. അഷ്ടമാധിപനായ ശുക്രൻ 6ാം ഭാവത്തിൽ പരിവർത്തനയോഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. 8ാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി, ഊർജം, ഓജസ് എന്നിവയെ എല്ലാം കുറിക്കുന്നു. വ്യാഴം 8ാം ഭാവത്തിലൂടെ നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ അത് രോഗമുക്തി, രോഗപ്രതിരോധ ശേഷി, ഊർജം എന്നിവയെ എല്ലാം നൽകും. വ്യാഴക്ഷേത്രമായ മീനത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു. ഉച്ചനായ ശുക്രൻ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നുവെന്നത് വിപരീതമായ രാജയോഗങ്ങളെ നൽകും. തൽഫലമായി ഈ കൂറുകാർക്ക് മത്സരവീര്യം, ഊർജ്ജസ്വലത, പോരാട്ടവീര്യം എന്നിവയെ ശുക്രൻ നൽകുന്നു. മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കുന്നു. രോഗമുക്തി, കടങ്ങളിൽ നിന്നും മോചനം എന്നിവയ്ക്കുള്ള മാർഗങ്ങൾ അപ്രതീക്ഷിതമായി ഇവർക്ക് മുന്നിൽ വന്ന് ചേരും. ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മവിശ്വാസം ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും. ശത്രുനാശം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധങ്ങൾ, ജനസമ്മിതി എന്നിവയെല്ലാം ശുക്രൻ ഇവർക്ക് നൽകും. 8ാമതായി വൃശ്ചികക്കൂർ. വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ കളത്രഭാവമായ 7ാം ഭാവത്തിൽ കൂടിയാണ് വ്യാഴം ഫെബ്രുവരി 4 തീയതി മുതൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നത്. 7ാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഏറെ ഇഷ്ടമായ ഭാവം ആകുന്നു. പ്രണയം, വിവാഹം, ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ വ്യാഴം ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും. ദമ്പതികൾ തമ്മിൽ പരസ്പരം ഐക്യം, സ്നേഹം എന്നിവ ഉണ്ടാകും. സർവകാര്യ വിജയം, ധനലാഭം, ഇഷ്ടസിദ്ധി, സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയും വ്യാഴം നൽകും. 7ാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ് മേഖലയിലും ഏറെ പുരോഗതി ഈ സമയത്ത് ഈ കൂറുകാർ കൈവരിക്കും. കൂടാതെ വ്യാഴം എന്നത് ഈ കൂറുകാരുടെ 2ാം ഭാവാധിപനും 5ാം ഭാവാധിപനും ആകുന്നു. ധനഭാവം എന്ന് അറിയപ്പെടുന്ന 2ാം ഭാവാധിപനായ വ്യാഴം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പുരോഗതി, ധനാഗമം എന്നിവയെ എല്ലാം ഉണ്ടാക്കും. കൂടാതെ 5ാം ഭാവാധിപനായ വ്യാഴം അനുകൂലനാകുമ്പോൾ അത് സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന പ്രകടനം എന്നിവയെയും നൽകും. വ്യാഴക്ഷേത്രമായ മീനത്തിൽ നിലവിൽ ശുക്രൻ പരിവർത്തനം ചെയ്ത് ഉച്ചനായി സഞ്ചരിക്കുന്നതും ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുമെന്ന് അറിയുക. ശുക്രൻ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി, നേട്ടങ്ങൾ, ബിസിനസ്സിൽ വളർച്ച, ലാഭം എന്നിവയെ എല്ലാം നൽകും. 5ാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, ആരോഗ്യം, കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം, നേട്ടം, അംഗീകാരം എന്നിവയെയും ശുക്രൻ നൽകും. 5ാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി ഏറെ നല്ല സമാധാനം, സുഖം എന്നിവ അനുഭവപ്പെടും. പൂർവ്വപുണ്യം ഈ സമയത്ത് അധികരിച്ചു നിൽക്കുന്നു എന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകുകയും ചെയ്യും. 9ാമതായി ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 6ാം ഭാവത്തിൽ കൂടിയാണ് വ്യാഴം ഫെബ്രുവരി 4 മുതൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നത്. വ്യാഴം എന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപനും 4ാം ഭാവാധിപനും ആകുന്നു. 4ാം ഭാവാധിപനായ വ്യാഴം 6ാം ഭാവത്തിലും 6ാം ഭാവാധിപനായ ശുക്രൻ സുഖസ്ഥാനമായ 4ാം ഭാവത്തിലും പരിവർത്തനം ചെയ്ത് സഞ്ചരിക്കുന്ന സമയമാണ് ഇത്. 6ാം ഭാവം എന്നത് ശത്രുക്കൾ, കടങ്ങൾ, രോഗങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു. നേർരേഖയിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ശത്രുനാശം, കടങ്ങളിൽ നിന്നും മോചനം, രോഗമുക്തി എന്നിവയെ എല്ലാം നൽകും. തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ എന്നിവ അകലും. 6ലെ വ്യാഴം മത്സരവീര്യം, പോരാട്ടവീര്യം, ശത്രുനാശം എന്നിവയെ നൽകും. ശുക്രൻ 4ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് മാതൃസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സന്തോഷം എന്നിവയെയും നൽകും. ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും. കൂടാതെ 4ാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടതിനാൽ വാഹനം വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ്. 10ാമതായി മകരക്കൂർ. ഉത്രാടം, മുക്കാൽ,
തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. മകരക്കൂറുകാരുടെ 5-ാം ഭാവത്തിലാണ് നേർരേഖയിൽ വ്യാഴം സഞ്ചരിക്കുന്നത്. വ്യാഴം എന്നത് ഈ കൂറുകാരുടെ 3-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനും ആകുന്നു. മകരക്കൂറുകാരുടെ 3-ാം ഭാവാധിപനായ വ്യാഴം 5-ലും 5-ാം ഭാവാധിപനായ ശുക്രൻ 3-ാം ഭാവത്തിലും പരിവർത്തനം ചെയ്ത് നിൽക്കുന്നു. 5-ാം ഭാവം എന്നത് സന്താനഭാവം, പൂർവ്വ പുണ്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 5-ൽ സഞ്ചരിക്കുന്ന വ്യാഴം പുത്രസുഖം, സന്താനങ്ങൾക്ക് ക്ഷേമം, ഐശ്വര്യം, കാര്യവിജയം, ഗൃഹലാഭം എന്നിവയെ എല്ലാം നൽകുന്നു. ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹം, പൂർവ്വപുണ്യം എന്നിവ അധികരിച്ചു നിൽക്കുന്ന സമയം ആകയാൽ ഇവർ ഏർപ്പെടുന്ന പ്രവർത്തികൾ എല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും. തൽഫലമായി അഭീഷ്ടസിദ്ധി, കാര്യവിജയം എന്നിവയും ഇവർക്ക് വന്നു ഭവിക്കും. ഓഹരി വിപണി, ബിസിനസ്സിൽ പുരോഗതി, ലാഭം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം എന്നിവ വ്യാഴം ഇവർക്ക് നൽകും. വിദേശങ്ങളിൽ പഠനം, ഉപരിപഠനം എന്നിവയ്ക്കും ഈ സമയം ഏറെ അനുകൂലമാണ് എന്ന് അറിയുക. സഹോദര ഗുണം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് നൽകുന്ന ഫലങ്ങൾ ആകുന്നു. കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം, ശൗര്യം എന്നിവയെയും നൽകും. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വ്യാഴവും ശുക്രനും നൽകുന്നുവെന്ന് അറിയുക. 11-ാമതായി കുംഭക്കൂർ. അവിട്ടം 2-ാം പകുതി, ചതയം, പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. കുംഭക്കൂറുകാരുടെ 4-ാം ഭാവത്തിലാണ് വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്നത്. വ്യാഴം എന്നത് ഈ കൂറുകാരുടെ 2-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനും ആകുന്നു. 2-ാം ഭാവാധിപനായ വ്യാഴം സുഖസ്ഥാനമായ 4-ലും 4-ാം ഭാവാധിപനായ ശുക്രൻ ഈ കൂറുകാരുടെ ധനഭാവമായ 2-ലും പരിവർത്തനം ചെയ്ത് നിൽക്കുന്നു. ഇത് വളരെയധികം നേട്ടങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. തൽഫലമായി വ്യാഴം കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, രോഗങ്ങൾ എന്നിവയ്ക്ക് അറുതി നൽകുകയും കുടുംബത്തിൽ ക്ഷേമം, സന്തോഷം, സമാധാനം എന്നിവയെ പ്രദാനം ചെയ്യുകയും ചെയ്യും. 4-ാം ഭാവം ഗൃഹം, ഭൂമി, വാഹനം എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ഭൂമിലാഭം, ഗൃഹലാഭം, വാഹനലാഭം എന്നിവയ്ക്കും ഈ സമയത്ത് വ്യാഴം യോഗഫലങ്ങളെ നൽകും. ഭൂമി ക്രയവിക്രയങ്ങൾ, ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ സമയമാണ് ഇത്. കൂടാതെ ബിസിനസ്സിലും വളർച്ച, ലാഭം എന്നിവ ഈ സമയത്ത് ഉണ്ടാകും. പരിവർത്തന യോഗം ചെയ്ത് ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് വളരെയധികം നേട്ടങ്ങളെ നൽകും. ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി, ധനാഗമം, സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും. സാമ്പത്തികമായ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല, പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം, ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുന്ന സമയവുമാണ് ഇത്. 12-ാമതായി മീനക്കൂർ. പൂരോരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിൽ കൂടിയാണ് വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്നത്. വ്യാഴം എന്നത് ഈ കൂറുകാരുടെ രാശിയാധിപനും 10-ാം ഭാവാധിപനും ആകുന്നു. 3-ാം ഭാവാധിപനായ ശുക്രൻ ജന്മരാശിയിലും രാശിയാധിപനായ വ്യാഴം 3-ാം ഭാവത്തിലും പരിവർത്തനം ചെയ്ത് നിലവിൽ സഞ്ചരിക്കുന്നു. 3-ാം ഭാവം എന്നത് സഹോദരഭാവം, ശൗര്യഭാവം, പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ സമയത്ത് സഹോദര ഗുണം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, ഊർജ്ജസ്വലത, ആത്മവിശ്വാസം, ആശയവിനിമയം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ്. ദാമ്പത്യബന്ധം, കുടുംബബന്ധം എന്നിവയും ഈ സമയത്ത് സുഗമം ആകും. 10-ാം ഭാവാധിപനായ വ്യാഴം ഈ കൂറുകാർക്ക് കർമ്മരംഗത്തെ പ്രതിസന്ധികൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ നീക്കി അവിടെ കർമ്മപുഷ്ടി, മേലധികാരികളുടെ പ്രീതി എന്നിവയെ നൽകും. അതേസമയം ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ ഇവർക്ക് നൽകുന്നു. ശാരീരികമായ സൗഖ്യം, മാനസികമായ സൗഖ്യം, ലൗകികമായ സുഖങ്ങൾ എന്നിവയെ നൽകും. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. ധനപരമായ ഉന്നതി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി അനുഭവപ്പെടും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും. അപ്പോൾ ഫെബ്രുവരി 4-ാം തീയതി മുതൽ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായും വ്യാഴ ശുക്രന്മാർ പരസ്പരം രാശികൾ പരിവർത്തനം ചെയ്ത് പരിവർത്തനയോഗം വന്നു ഭവിക്കുന്നു എന്നതിനാലും ഇരുഗ്രഹങ്ങളും വളരെയധികം അനുഗ്രഹം വർഷിക്കുന്ന നിലയിലാണ് സഞ്ചരിക്കുക. വ്യാഴ ശുക്രന്മാർ ഗ്രഹനിലയിൽ വളരെയധികം ബലം പ്രാപിച്ച് നിൽക്കുന്നു എങ്കിൽ സൗഭാഗ്യങ്ങൾ ഏറിയ അളവിൽ വർദ്ധിക്കുന്നതാണ് എന്ന് അറിയുക. എന്നാൽ ബലഹീനരായി നിന്നാൽ ശുഭത്വം കുറയുകയും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.